ഫ്രണ്ട്സ്, ഞാൻ അമ്പിളി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നാടൻ പലഹാരമായ അവലോസ് പൊടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവലോസ് പൊടി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു ചെറിയ ഉരുളി എടുത്തിരിക്കുകയാണ്. അതിലെ വെള്ളമെല്ലാം കളഞ്ഞ് ഞാൻ നല്ല ഡ്രൈ ആക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഞാൻ അതിലേക്ക് ഈ പാത്രത്തിന് ആണ് 2 പാത്രം വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഉരുളിയിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടി തന്നെ വേണമെന്നില്ല, നമുക്ക് പച്ച അരിപ്പൊടിയിലും അവലോസ് പൊടി ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നാളികേരം ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നാളികേരം വളരെ നൈസായിട്ട് വളരെ ചെറുതായിട്ട് ചിരകിയെടുത്തത് ആയിരിക്കണം. ഞാനിവിടെ ഒരു നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മതി കേട്ടോ, കൂടുതലാവരുത്, വളരെ കുറച്ച് മതി. ഇപ്പോൾ നമ്മൾ ഈ വറുത്ത അരിപ്പൊടിയിൽ ഒരു നാളികേരം ചിരകിയതും കുറച്ച് ഉപ്പുമാണല്ലോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ അരിപ്പൊടിയും നാളികേരവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് പൊടിയും നാളികേരവും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യണം. അവലോസ് പൊടി നമുക്ക് കടയിൽ നിന്നും വാങ്ങിക്കാനൊക്കെ കിട്ടുന്നതാണ്, പക്ഷേ വീടുകളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കേരളത്തിലെ വളരെ പണ്ട് കാലം തൊട്ട് നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയിരുന്ന ഒരു പലഹാരം തന്നെയാണ് അവലോസ് പൊടി. ഈ അവലോസ് പൊടി കൊണ്ട് നമുക്ക് അവലോസ് ഉണ്ടയും ഉണ്ടാക്കാവുന്നതാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. എന്തായാലും പൊടിയും നാളികേരവും തമ്മിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. അവലോസ് പൊടിക്കായിട്ട് അരിപ്പൊടിയും നാളികേരവും എല്ലാം മിക്സ് ചെയ്തത് ഏകദേശം അരമണിക്കൂറായി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഞാനിത് അടുപ്പിലേക്ക് എടുത്തു വച്ചിരിക്കുകയാണ്. ഞാനിവിടെ വിറകടുപ്പിലാണ് കേട്ടോ വയ്ക്കുന്നത്. ഇത് നമുക്ക് ഗ്യാസ് സ്റ്റവിലും ഒക്കെ വയ്ക്കാവുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് പതുക്കെ തീ കത്തിച്ച് ഇത് അവലോസ് പൊടിയാക്കി ഇളക്കി എടുത്ത് മാറ്റാം. അരിപ്പൊടി നന്നായി ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കേണ്ടതാണ്. പിന്നെ ഇത് വലിയ തീയിൽ വയ്ക്കരുത്, ചെറിയ തീയിൽ വേണം വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിയും. കൂടാതെ ഞാനിവിടെ 1 കിലോ അരിപ്പൊടിയാണല്ലോ എടുത്തിരിക്കുന്നത്. അതിന് ഞാനൊരു വലിയ നാളികേരമാണ് ചിരകി ചേർത്തിരിക്കുന്നത്. നാളികേരം എത്ര ചേർത്താലും അവലോസ് പൊടിക്ക് സ്വാദ് കൂടും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ നാളികേരം ഇതിൽ ചിരകി ചേർക്കാവുന്നതാണ്. അവലോസ് പൊടി ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് പകുതിയോളം മൂത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധാരണ ജീരകം ചേർത്ത് കൊടുക്കാം. ഇത്രയും ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കുറേ കാലം മുമ്പ് മുത്തശ്ശിമാരും വല്യമ്മച്ചിമാരുമൊക്കെ വീടുകളിൽ സ്ഥിരമായി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പലഹാരമാണ് അവലോസ് പൊടി. വിശേഷ അവസരങ്ങളിൽ പ്രത്യേകിച്ചും ഉണ്ടാക്കുമായിരുന്നു. ഇന്ന് നമുക്ക് അവലോസ് പൊടി കടകളിൽ പോയാൽ, നമുക്ക് ബേക്കറികളിൽ പോയാൽ അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ അവലോസ് പൊടിയുടെ സ്വാദ് ഒരിക്കലും നമുക്ക് കടയിൽ നിന്നും വാങ്ങിക്കുന്നതിൽ ലഭിക്കുകയില്ല. അപ്പോൾ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ വീട്ടിൽ നമുക്ക് അവലോസ് പൊടി ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ അവലോസ് പൊടി ഏകദേശം പാകമായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റോളം ആയിട്ടുണ്ട്. ചെറിയ തീയിൽ ഇതിട്ട് ഇളക്കി വേവിക്കുന്നത് കൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ഇത് കണ്ടോ, നല്ല പാകമായിട്ട് നമുക്ക് അവലോസ് പൊടി കിട്ടിയിരിക്കുന്നു. ഇത് ഗ്യാസ് സ്റ്റവിൽ നമുക്ക് വയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കണം. നിങ്ങൾക്കിത് വളരെ പ്രയോജനകരമാകും, ഉറപ്പ് തന്നെ.